ഹായ് ഫ്രണ്ട്സ്, കമ്പിളി മോൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡെയിലി വ്ളോഗിൻ്റെ ഡേ 6 ആണ് കേട്ടോ. ഇന്ന് നമ്മളങ്ങ് തിരിച്ച് വീട്ടിൽ പോകുന്ന അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ അച്ചാമ്മേനെ കൊണ്ടാക്കാനായിട്ട് വന്നപ്പോൾ മീൻ വണ്ടി വന്നു. പിന്നെ മീനും മേടിച്ചു. അച്ചാമ്മേനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി ഫോട്ടോ എടുക്കുന്ന വേറെ സ്ഥലത്ത്, സൈറ്റ് വേറെ സ്ഥലത്താണ് കേട്ടോ. അങ്ങനെ അച്ചാമ്മേനെ അവിടെ കൊണ്ടായി കൊടുത്തു, തിരിച്ചുണ്ടാക്കി കൊടുത്തു. വന്നപ്പോൾ ദോശയും ബീഫും കഴിച്ചു കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളങ്ങ് വീട്ടിൽ പോകാനായിട്ട് പോവാണ് കേട്ടോ. അത് കളമശ്ശേരി ഇപ്പോൾ ഒരു ടൈം ഒരു 11:30 ആവേ ഉള്ളൂ. നമ്മളങ്ങ് തിരിച്ച് വീട്ടിൽ പോവാണ്. അങ്ങനെ ഹെൽമെറ്റ് എടുത്ത് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ വെച്ച് ഒരുങ്ങാനൊന്നും പ്രത്യേകിച്ച് സാധനങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ വീട്ടിൽ വന്ന് കയറി സെറ്റായിട്ട് ഒരുങ്ങിയിട്ടാണ് ജ്വല്ലറി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞാനും അമ്മയും കൂടി ജ്വല്ലറിയിൽ പോയി. അമ്മയ്ക്കൊരു ചെറിയ കമ്മൽ മേടിക്കണമായിരുന്നു കേട്ടോ. അതായത് 1 ഗ്രാം 280 മില്ലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു കമ്മൽ നമ്മൾ മേടിച്ചു. പിന്നെ അവിടുത്തെ ചേച്ചിയും ചേട്ടനൊക്കെ നല്ല കൂട്ടായിരുന്നു കേട്ടോ. നമ്മളതിന് മുമ്പ് അവിടെ തന്നെ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. അതാ ഈ ഒരു മോഡലിലെ കമ്മൽ സെലക്ട് ചെയ്തു. അതിനുശേഷം നല്ല മഴയായിരുന്നു. അപ്പോഴത്തേക്ക് കാറിൽ വയ്ക്കാനായിട്ട് ഒരു കുട മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കുടയും മേടിച്ചിട്ട് നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ 2 പാഴ്സൽ ബിരിയാണി മേടിച്ചു. അത് വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയിട്ടും അമ്മ സോനാപ്പപ്പടി മേടിച്ചു. അമ്മയ്ക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ. നിങ്ങൾ തന്നെ അമ്മയുടെ എക്സ്പ്രഷനും പറയുന്നതൊക്കെ കേട്ടോ. ഉമ്മപ്പൂ ഇതാക്കുമ്പോഴല്ലേ അടുത്ത് കഴിയുമോ കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിഞ്ഞൂടാത്ത ടേസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓ അമ്മയുടെ സ്ഥിര സാധനവും ഇത് പുറത്തിച്ചക്കരുത്. അടിപൊളി ടേസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, അമ്മ കഴിച്ചത് അടിപൊളി ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ സോനാപ്പപ്പടി കഴിച്ച ശേഷം എന്താ മിച്ചർ മുട്ടായി മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളി സാധനം. അപ്പോൾ ടൈഗർ വന്നതെന്ന് നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവനും കൂടി കൊണ്ടു കൊടുത്തു, അവനും കഴിച്ചു. അതിനുശേഷം എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകണമായിരുന്നേ. അവിടെ പഠിപ്പിക്കുന്ന ചേച്ചിയുടെ കൊച്ചാണ് കേട്ടോ. നല്ല അടിപൊളി, നല്ല ക്യൂട്ടായിട്ടൊരു കൊച്ചായിരുന്നു. അതിനുശേഷം അത് ഞാൻ കാറ് പഠിക്കാനായിട്ട് പോവാണ്. ഇത് വേറൊരു ആൻറ്റി ഓടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഞാൻ കാർ ഓടിച്ചിട്ടൊക്കെ വന്നു. എന്തൊരു മൊത്തം എന്തൊരു മക്കളെ ചിച്ചി ഒരു ഉമ്മ ടാറ്റു ഉമ്മ എന്നാണ്, ടാറ്റു ഉമ്മ എന്നാണ്, ടാറ്റു ഉമ്മ എന്നാണ്. അങ്ങനെ കുറച്ച് നേരം ദേവിനോടൊക്കെ സംസാരിച്ചിട്ട് ഞാനും കൂടി ഷട്ടിൽ കളിച്ചു. 1.5 മണിക്കൂറോളം ഷട്ടിൽ കളിച്ചു കേട്ടോ. അയ്യോ, ഷട്ടിലൊക്കെ കളിച്ചതാ കയറി അങ്ങനെ ഒരു 1.5-2 മണിക്കൂറോളം ചേർത്തോട്ട് കളിച്ചു കേട്ടോ. ഓ എൻ്റെ കുഞ്ഞോ, കുറേ നാളൊന്നും ചെയ്യാതിരുന്നരുതരുത്. എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര കിതപ്പ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.